ഏതാ മക്കളെ? ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. വേറെ കാര്യം പറയണ്ട എനിക്ക്, എന്താ അറിയോ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു ക്ലാരിറ്റി വരുത്താം. ഡബിൾ കോളം എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ കോളം രണ്ടെണ്ണം ഉണ്ട്. ക്യാഷ് വിത്ത് ഏതാണ്, ബാങ്കും ഉണ്ട്, ക്യാഷ് വിത്ത് ഏതുണ്ട്, ഡിസ്കൗണ്ടും ഉണ്ട്. അതെന്താ, ഒന്നുമില്ല, ക്യാഷും ബാങ്കും ആയാലും നമുക്ക് ഡബിൾ കോളം എന്നറിയാലോ. എന്നിങ്ങനെയും പറയും, ക്യാഷും ഡിസ്കൗണ്ടും ആയാലും എന്ത് വരും, ഡബിൾ കോളം വരും. സത്യം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ ഉണ്ട്, ഞാൻ ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോട്ട് ചെയ്താൽ നന്നാവും. മനസ്സിലാക്കിയാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യും, ഡബിൾ കോളം പറഞ്ഞാൽ ഏതെന്ന് പറയാം, ക്യാഷും ബാങ്കും എന്ന് പറയാം. ട്രിപ്പിൾ കോളം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ക്യാഷ് പ്ലസ് ബാങ്ക്, അതിൽ സംശയമില്ലല്ലോ, പ്ലസ് ഏതാ, ഡിസ്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ മാഷ് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ തരാം. ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നു, ഞാനല്ല നമ്മൾ. ക്യാഷിനും ബാങ്കിനും മാത്രമേ എന്തുണ്ടാവുള്ളൂ, ബാലൻസ് ഉണ്ടാവുള്ളൂ. ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണോ ഇൻകാണോ? എക്സ്പെൻസും ഉണ്ട് ഇൻകും ഉണ്ട്, അതിന് ബാലൻസ് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നമുക്കിനി വേറൊരു ടോപ്പിക്ക് പഠിക്കാണ്ട്, ഓപ്പണിംഗ് എൻട്രി ക്ലോസിങ് എൻട്രി. സിമ്പിളാണ്, നമുക്ക് അറിയുന്ന സാധനമാണ്, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു ആംഗിളിൽ ആ വിഷയത്തെ അവതരിപ്പിക്കുന്നു, അത്ര. ക്വസ്റ്റ്യൻ പറയട്ടെ, ഡേറ്റിന് പറയാൻ ഞാൻ 1 2 3 ഇട്ട് പോകുന്നു. ആദ്യം ക്യാപിറ്റൽ കൊണ്ടുവരട്ടെ, പൈസ വേണ്ടേ? അല്ല, നമുക്ക് ബാലൻസ് പ്രോഡം എടുക്കാം. അപ്പോൾ ഡേറ്റ് തന്നെ ഇടാം, 1/1/2025 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, പിന്നെ ഏതാ, ബാങ്ക്. ക്യാഷിൻ്റെ ഒരു 30,000, ബാങ്കിൻ്റെ ഒരു 20,000. ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ അങ്ങനെ എഴുതാനുള്ള സ്ഥലമാണ്. ഞാൻ നേരെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോട്ടാം. എത്ര കോളം ഉണ്ടാവും? 3 പിന്നെ JF ഒക്കെ ഉണ്ടാവും. ഓക്കെ, തൽക്കാലം പറയുന്നില്ല. മെയിൻ കോർ സാധനം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതൊക്കെ കോളംസ്. ഇവിടെ ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ഡെബിറ്റ്, ട്രിപ്പിൾ അല്ലേ, കോളം ക്യാഷ് ബുക്ക്, ഡെബിറ്റ് ക്രെഡിറ്റ്. പിന്നെ ഏതൊക്കെയാണ്, ആദ്യം ക്യാഷ്, ബാങ്ക്, ഇതേതാ, ഡിസ്കൗണ്ട് അലൗഡ് ആണോ റിസീവ്ഡ് ആണോ? മനസ്സിലാകാൻ, ഡെബിറ്റ് അല്ലേ, എക്സ്പെൻസ് ഉണ്ടാവുക, ഡിസ്കൗണ്ട് ഏതിനാണ്, അലൗഡിനല്ലേ. അല്ല മക്കളെ, വീണ്ടും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ക്യാഷ്, ബാങ്ക്, ഇവിടെ ഏതാ, ഡിസ്കൗണ്ട്, റിസീവ്ഡ്. ഓക്കെ, പോസ്റ്റ് ചെയ്യല്ലേ. ഫസ്റ്റ് ആയിട്ട് ഏതാ, 1/1/25 2 ബാലൻസ് ബ്രോഡോൺ എത്രയൊക്കെയാണ്, 30,000 20,000. സെറ്റ്. അടുത്ത ഡേറ്റ് ഒരു 5/1/2025 സെയിൽ ചെയ്യാം ഒരാൾക്ക്. സോൾഡ് ഗുഡ്സ് ടു രാമു ₹10,000. എന്താ ചെയ്യാനുണ്ട്, രാമു അക്കൗണ്ട് അപ്റ്റ് ടു സെയിൽസ്. ഇവിടെ എഴുതണോ? വേണ്ട, കാരണം ഇത് ഏത് ബുക്കാണ്. ഓക്കെ, അപ്പോൾ വേണ്ട. 6/1/2025 അയാൾ പൈസ കൊടുക്കുന്നു രാമു. നമുക്ക് ക്യാഷ് റിസീവ്ഡ് ഫ്രം ആയിരുന്ന റാമു. റുപ്പീസ് എത്ര അറിയോ, 9,000 ഫോർ ഏതാണ്, ഫുൾ സെറ്റിൽമെൻറ്റ്. 9,000 ഉറുപ്പ്യ കൊണ്ടുവന്ന് 8 ഉറുപ്പ്യ തരാനുള്ള ആൾ. അപ്പോൾ 1,000 ഉറുപ്പ്യ ഞാൻ തരണം എന്നാണോ? അപ്പോൾ ഞാൻ ഇതിൻ്റെ ജേണൽ എൻട്രി ഇവിടെ എഴുതി വെക്കട്ടെ, ഇതിൽ തന്നെ. എന്തെൻട്രി വരാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എത്ര പൈസ തരുന്നുള്ളൂ, 9,000. പിന്നെ 1,000 എന്താ,
ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അലോ ചെയ്യാണ്. ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാ, രാം. എത്ര എമൗണ്ട് വരാം, 10,000. ഇതാണ് എൻട്രി. ഇങ്ങനെ എൻട്രി എഴുതണമെന്ന് വെച്ചാൽ വേണ്ട, പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഏതാണ്, എൻട്രി ആയതുകൊണ്ട്. ഇനി എൻട്രി പോസ്റ്റ് ചെയ്യുന്ന പോലെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക, ഡേറ്റ് ഇട്ടിട്ട് 6/1/25 എന്തെഴുതണം, 2 റാം എന്നെഴുതണം, 2 റാം. എന്നിട്ട് ക്യാഷിൽ എത്ര എമൗണ്ടാണ് കിട്ടിയത്, 9,000. അതേപോലെ ഡിസ്കൗണ്ട് അലോഡ് എത്രയാ, 1000. പോരെ, എത്ര എഴുതണുള്ളൂ. അപ്പോൾ ഈ ജേണൽ എഴുതുന്നതിന് എന്ത് ചെയ്ത്, ഇമ്പാക്റ്റായി ഇത്. ക്ലിയർ? ഓക്കെ. അപ്പോൾ തൽക്കാലം എൻട്രി അവിടെ ഉണ്ടായിക്കോട്ടെ അല്ലേ, നമുക്ക് റെഫർ ചെയ്യാലോ. 7/1/25 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെപ്പോസിറ്റ് ചെയ്യുക ബാങ്കിൽ. ഓക്കെ, ഡെപ്പോസിറ്റഡ് ₹10,000 ടു എവിടേക്ക്, ബാങ്ക്. ജേണൽ എൻട്രി ആലോചിക്കണം, എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ബാങ്കിൽ എന്തെഴുതണം, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൽ എത്ര എഴുതണം, 10,000 അല്ലേ. ടു ക്യാഷ് പറഞ്ഞ് ബാങ്കിൽ എത്രയാ, 10,000. ഡേറ്റ് മറക്കരുതെന്ന 7/1/25. ഇവിടെ എന്തെഴുതണം, 7/1/25 ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എവിടെയാ, ക്യാഷിൽ എത്ര വേണം, 10,000. ഓക്കെ അല്ലേ. എട്ടാമത്തെ 8/1/25 നമ്മൾ ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. ഒരാൾക്ക് പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ആളിൽ നിന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. അത് കുറച്ച് മുന്നേ പർച്ചേസ് ചെയ്താൽ കഴിഞ്ഞ മാസം. ആൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഒരു 8,000, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ്, 7,500. അപ്പോൾ എങ്ങനെയാണ്, പെയ്ഡ് ₹7,800 ആക്കാം. പോട്ടെ. ടു ആർക്കാണ്, ജാക്ക്, ഫോർ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് റുപ്പീസ് എത്രയാണ്, 8,000. അപ്പോൾ 8,000 കൊടുക്കേണ്ട കൊടുത്ത് എത്ര കൊടുത്തു, 7,800. അപ്പോൾ എൻട്രി എന്താ വരിക മക്കളെ, ജാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ജാക്കിന് എത്ര കൊടുക്കാനുണ്ട്, 8,000 ടു ക്യാഷ്. ഓക്കെ, ഒരു പണിയാണ്. ബൈ ഏതാക്കാം, ചെക്കാക്കാം. അപ്പോൾ ടു ഏതാക്കാം, ബാങ്ക് ആക്കാം. കുഴപ്പമില്ലല്ലോ. എത്ര കൊടുക്കുന്നത്, 7,800. അപ്പോൾ ₹200 കുറവുണ്ട്. ടു ഏതാണ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യാം നമുക്ക്, ബൈ എന്തെഴുതാം, ബൈ എന്നാണോ. അപ്പോൾ ക്യാഷ് എന്താ ഉണ്ടായുള്ളത്, കൊടുക്കല്ലേ ഇതല്ലോ, അപ്പോൾ ബാങ്കിൽ നിന്ന് പോവല്ലേ ഇതല്ലോ. അപ്പോൾ ബൈ ഏതാണ്, ജാക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ബാങ്കിൽ എത്ര എഴുതാം, 7,800. ഡിസ്കൗണ്ടിൽ എത്ര എഴുതാം, 200. ഡേറ്റ് എന്നാ, 8/1/25. ഓക്കെ അല്ലേ. അങ്ങനെ പോവും. ഇനി വേണമെങ്കിൽ 1000 അല്ലേ ഇവിടെ, 9/1/25 ഒരു റെൻറ്റ് കൊടുക്കാം, അവസാനിപ്പിക്കാൻ. റെൻറ്റ് പെയ്ഡ് റുപ്പീസ് എത്രയാണ്, ഒരു 2,000. ബൈ ഏതാക്കാം, ചെക്കാക്കാം. അപ്പോൾ ഇവിടെ 9/1/25 ബൈ എന്തെഴുതണം, റെൻറ്റ് അല്ലേ. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. ചെക്ക് ആയതുകൊണ്ട് ബാങ്കിൽ എത്ര എഴുതണം, 2,000 എഴുതണം. ക്ലിയർ? മതി. ബേസിക് ആയിട്ടുള്ളൊരു സാധനം മനസ്സിലാക്കാനല്ലേ, അത്ര മതി. ബാലൻസ് ചെയ്യാം. ക്യാഷിൽ എവിടെയാണ് കൂടുതൽ, ഡെബിറ്റിലല്ലേ. 30 എത്ര വരും, 9,000 വരും. 39,000 നിന്നും 10,000 പോലെ എത്ര വരും, 29,000 വരും. ഡേറ്റ് ഈ മാസത്തിൻ്റെ അവസാനം 31/1/25 അല്ലേ. ബൈ ബാലൻസ് എന്താണ്, ക്യാരിഡ് ഔട്ട്. അടുത്ത 20ഉം 10ഉം എത്ര, 30. 30,000 നിന്ന് 7,800ഉം 9,800 പോയി എത്ര വരും, പെട്ടെന്നാവട്ടെ, ബാലൻസ് ഇത് പറയും. 20,200 വരും. അടുത്ത രസമാണ്, ഡിസ്കൗണ്ട് അലൗഡ് എത്ര, 1000. 200 പോയി എത്ര വരും, 800 വരും. ഈ ഡിസ്കൗണ്ട് എന്താ, ഡിസ്കൗണ്ട് അലൗഡ് ആണോ റിസീവ്ഡ് ആണോ, ഡിസ്കൗണ്ട് അലൗഡ്. സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ. ഇതേതാണ്, നെറ്റ് ഡിസ്കൗണ്ട് അലൗഡ്. ചോദിക്കട്ടെ, ഇങ്ങനെ എഴുതിയാലും നമ്മൾ P&L അക്കൗണ്ടിലേ സാധാരണ ഡിസ്കൗണ്ട് എവിടെ കാണിക്കുക, ടു ഡിസ്കൗണ്ട് അലൗഡ് ഇവിടെ കാണിക്കും എത്ര, 1000. ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് എത്ര കാണിക്കും, 800. ഇങ്ങനെ കാണിക്കണ്ട. ഓക്കെ അല്ലേ. പകരം 200 എന്ത് ചെയ്താൽ മതി, ഡെബിറ്റ് ചെയ്താൽ മതി. തെറ്റിപ്പോയി. എത്ര,
ഇവിടെ 200 അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ 800 എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. ഇവിടെ എഴുതി തെറ്റി, ഇവിടെ 200 ആട്ടാ. ഡിസ്കൗണ്ട് റിസീവ്ഡ് 200, അലോഡ് എത്രയാണ്? 1000. മനസ്സിലായ? അപ്പം നെറ്റ് ഡിസ്കൗണ്ട് അലോഡ് എത്ര എഴുതിയാൽ മതി? 800. കുറേ പണി കുറഞ്ഞില്ലേ? ജേണലിൽ ഇരുന്ന് കുറഞ്ഞ് ഡിസ്കൗണ്ട് അലോഡ് അക്കൗണ്ട് ഇനി ഉണ്ടാക്കണ്ട, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഉണ്ടാക്കണ്ട, കുറേ ഗുണങ്ങളുണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് ട്രിപ്പിൾ കോളം ക്യാഷ്.